ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഒരു ന്യൂ ഇയർ കാർഡാണ്. മോൾക്ക് സ്കൂൾ വേണ്ടിയിട്ട് ഒരു ന്യൂ ഇയർ കാർഡ് തയ്യാറാക്കാൻ വേണ്ടി മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് A4 ഷീറ്റ്. ഇത് ഞാൻ A4 ഷീറ്റല്ല, ഇത് നമ്മൾ ഈ ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുക്കുന്നൊരു പേപ്പറാണ്. അപ്പോൾ ഇത് സ്റ്റേഷനറി പോയപ്പോൾ അവിടുന്ന് കുറച്ച് കട്ടി വേണ്ടിയിട്ട് ഞാൻ അതാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു A4 ഷീറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളർ പേപ്പറും കൂടെ അവിടുന്ന് വാങ്ങിച്ച്. പിന്നെ നമുക്ക് കുറച്ച് കളറാണ് വേണ്ടത്. സ്കെച്ച് കളർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് പേപ്പർ രണ്ടായിട്ടൊന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കാം. ഇനി ഇതുപോലൊരു റൗണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് ഭാഗം പുറത്തേക്കാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫസ്റ്റത്തത് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വരച്ചു കൊടുത്തത് 3 എണ്ണമായിരുന്നേ. അപ്പം ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ 3 എണ്ണം അത്ര ശരിയായില്ല. അപ്പോൾ ഭംഗിയായിട്ട് തോന്നുന്നത് 4 എണ്ണം വരയ്ക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഒന്നും കൂടെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. അപ്പം ന്യൂ ഇയർ കാർഡൊക്കെ LKG UKG മക്കൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ചിലർക്ക് നല്ലത് കിട്ടും, ചിലർക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊരു മക്കൾക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട് മിസ്സ് പറഞ്ഞു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ അതൊരു ഉപകാരമാവുമല്ലോ. യൂട്യൂബിലുണ്ട് ഒരുപാട്. അത് കണ്ടപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. ഇനി നമുക്ക് ഈ ഒരു യെല്ലോ പേപ്പർ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് പകുതിയായിട്ട് മടക്കി, അപ്പോൾ ഞാൻ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി യെല്ലോ പേപ്പർ അതിൽ വെച്ചിട്ട് നമുക്ക് പകുതിയിൽ ചെറിയ റൗണ്ട് കിട്ടണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയൊരു ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റൗണ്ടായിട്ട് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഓരോ റൗണ്ടിലും നമുക്ക് 2025 എന്നാണ് എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ സ്കെച്ച് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതുന്നതാണ് നല്ലത്. കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഇത് കൊണ്ട് എഴുതി, പിന്നെ ഞാൻ സ്കെച്ച് കൊണ്ട് ഒന്നും കൂടി കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 എന്ന് എഴുതിയത് നമുക്കിത് ഗം ഉപയോഗിച്ചിട്ട് ഓരോന്നും ഇത് ഈ ഒരു റൗണ്ട് വരുന്ന നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത് അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ താഴെ നിന്ന് മേലോട്ടായിരുന്നു 2025 എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെയുള്ള യെല്ലോ പേപ്പറിൽ ഞാനൊരു കാൽഭാഗം അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് മടക്കിയിട്ട് നമുക്ക് ആ കാൽഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഈ ഒരു യെല്ലോ പേപ്പർ ഗം ഒരു സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നടുഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ മുറിച്ചെടുത്ത് ഒഴിവാക്കിയ ഈ ഒരു പേപ്പർ ഇതുപോലൊരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളിത് ഗം ഉപയോഗിച്ചിട്ട് നടുഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നടുഭാഗങ്ങളും ഒന്ന് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലാണ് അവിടെ ഒന്ന് അമർന്ന് നിൽക്കും. അപ്പോൾ നമ്മളിത് യെല്ലോയിലും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച A4 ഷീറ്റിലെ അപ്പോൾ അതിലൊന്ന്
ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 3-4 എണ്ണം നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2005 ഞാനൊന്ന് കുറച്ചുകൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നുണ്ട് സ്കെച്ച് ഉപയോഗിച്ചിട്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു ഡിസൈനായിട്ട് ഗ്രീൻ കളർ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വൈറ്റിൻ്റെ മുകളിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ഡിസൈനായിട്ട് ഒരു ചിത്രം വരച്ചു കൊടുക്കാം. മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ചിത്രം വരച്ചു കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ഒന്ന് പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് അതിന് മുകളിൽ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡാർക്കാക്കി എടുത്താൽ മതി. ഇനി അതിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ യെല്ലോ പേപ്പറിൽ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എഴുതാം. ഈ യെല്ലോ പേപ്പറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളറാവുന്നുണ്ട്. മിസ്സ് പറഞ്ഞത് മോള് കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ വക ബാക്കിയുള്ള കളർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഈ ഒരു കളർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഈ കളറിങ്ങിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ ന്യൂ ഇയർ കാർഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു കാർഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.